ഫെബ്രുവരിയിലെ നക്ഷത്രങ്ങൾ. എഴുതിയത് രാജീവ് ചിത്രഭാനു. ഫെബ്രുവരിയിലെ ഒരു ഇരുണ്ട സായാഹ്നത്തിൽ ഞാൻ ഹിന്ദു മന്ദിറിലേക്ക് കയറുമ്പോൾ യാദൃശ്ചികമായാണ് ആര്യാദേവിയെ കണ്ടത്. ബോംബെ ജീവിതത്തിന്റെ മാസ്മരികമായ സ്മരണകൾ മനസ്സിനെ ക്ലാവ് പിടിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ആര്യയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ മനസ്സിലായി. എന്താണ്, അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയോ? ചിരിച്ചുകൊണ്ട് ആര്യ ചോദിച്ചു. മനോഹരമായ പഴയ ചിരിയിൽ ഒരൽപ്പം വിഷാദത്തിന്റെ മേമ്പൊടി കലർന്നിട്ടുണ്ടോ എന്ന് തോന്നി. നോട്ടീസ് ബോർഡിൽ ഒരു പരസ്യം പതിക്കാൻ വന്നതാണ്. ആര്യ എപ്പോഴാണ് കാനഡയിലെത്തിയത്? ആര്യ മറുപടി പറയും മുമ്പേ 33 ഈശ്വരന്മാരുടെ കാൽഗറി ഏജന്റായ പണ്ഡിറ്റ്ജിയും പ്രോട്ടോകോൾ അനുസരിച്ച് ദൈവത്തിന്റെയും രക്ഷാധികാരിയായി വരുന്ന പ്രസിഡന്റ് ജിയും ക്ഷേത്രവാതിൽ തുറന്ന് പ്രത്യക്ഷപ്പെട്ടു. വരം വേണോ എന്ന് ചോദിച്ചില്ല. തേടിയ വള്ളിയുടെ കാലിൽ വീഴാൻ പറ്റിയ സമയമാണ്. ആര്യയുടെ ഫോൺ നമ്പർ ധൃതിയിൽ വാങ്ങിച്ച് ക്ഷേത്ര വ്യാപാരത്തിനായി 2 ഏമാന്മാരുടെയും പിറകെ ഓടി. രാത്രി വീട്ടിൽ വന്ന് ഫോൺ വഴി ആര്യയോട് പതിവ് മലയാളി ചോദ്യാവലി ആരംഭിച്ചുവെങ്കിലും ഫോണിലൂടെ അവൾ മൗന സംവാദം നടത്തുകയാണ് ഉണ്ടായത്. മിതഭാഷിയാണെങ്കിലും എന്നോടവൾ ഉള്ളു തുറന്നു പറയാറുള്ളതായിരുന്നല്ലോ. ബന്ധങ്ങളിലെ സൂക്ഷ്മതകളും സ്ഥൂലതകളും വകതിരിക്കാനുള്ള പരിഭാഗം കാലത്തിന്റെ കുത്തൊഴുക്കിൽ വന്നതാവാം. എന്നാലും ക്രിസ്റ്റി എവിടെ എന്ന് ചോദിച്ചപ്പോൾ നാളെ ടിംഹോട്ടൻസിൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചത് എന്തിനാവാം? പകുതിയിൽ നിർത്തുന്ന വാക്കുകൾ ചിന്തകൾക്ക് മേയാനുള്ള സ്ഫുരണങ്ങളാണ്. ഫോൺ വെച്ചയുടനെ ആത്മബന്ധത്തിന്റെ കയ്യൊപ്പുള്ള ഫ്ലാഷ് ബാക്കിലേക്ക് ഞാൻ യാത്രയായി. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒറ്റയാനായ റിബൽ, അവിശ്വസനീയമാം വിധം ധൈര്യശാലി, പെൺകുട്ടികൾ വെറുക്കുന്ന പുച്ഛഭാവം മുഖമുദ്രയാക്കിയ കലാപകാരി, കവിത ആസ്വാദകൻ. എന്തെല്ലാം വേഷങ്ങളാണ്! യഥാർത്ഥത്തിൽ ഒരു വേഷം കെട്ടും ഇല്ലാത്ത ആ മനുഷ്യന്. ദരിദ്രനായിരുന്നു ക്രിസ്റ്റി, എന്നാൽ ആ ദാരിദ്ര്യം പോലും അവന് ശക്തിയായിരുന്നു. അവനെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ ഐതിഹ്യങ്ങൾ കോളേജിൽ, പ്രത്യേകിച്ച് ജൂനിയേഴ്സ് പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു. അതിൽ ഒരു കഥ, പാലാക്കാരൻ അച്ചായനായ പ്രിൻസിപ്പലിന്റെ മോൻ ജാടയോടെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ അവനെ പൊക്കിയെടുത്ത് റാഗ് ചെയ്തതും, പ്രിൻസി ചോദിക്കുമ്പം പറഞ്ഞേക്കണം 6th ക്രിസ്റ്റിയാണ് റാഗ് ചെയ്തത് എന്നവനോട് പ്രത്യേകം പറഞ്ഞതും, ക്ലാസ് കട്ട് ചെയ്തും വഴക്കടിച്ചും ബാക്ക്ലോഗ് വരുത്തിയ 36 പേപ്പർ ഒരുമിച്ചെഴുതി പാസ്സായ ജീനിയസ് എന്നത് മറ്റൊരു കഥ. അച്ചടക്കത്തിന്റെയും കുലീനതയുടെയും സൗന്ദര്യത്തിന്റെയും കലാവാസനകളുടെയും പര്യായപദം. മാൻപേടയെപ്പോലെ നിഷ്കളങ്കമായ കണ്ണുകൾ. സംഗീതം, നൃത്തം, ക്ഷേത്രകലകൾ എല്ലാമെല്ലാം അവൾക്ക് ഉപാസനയായിരുന്നു. തലമുറകളുടെ അനന്തമായ സമ്പാദ്യത്തിന് കാലം കനിഞ്ഞു നൽകിയ ജന്മി എന്ന ജന്മത്തിന്റെ ഒരേയൊരു മകൾ. എന്ത് ദിവ്യശക്തിയാണ് അവരെ അടുപ്പിച്ചത് എന്നത് കോളേജിലെ എക്കാലത്തെയും ദുരൂഹതയത്രേ. ഇടമലയാറിന്റെ തീരത്ത് പച്ചമരത്തണൽ വിരിച്ചു വളഞ്ഞു തിരിഞ്ഞു പോകുന്ന വഴിയിലൂടെ കോളേജിലേക്കും തിരിച്ചും അവർ നടക്കുന്നത് പിന്നെ പിന്നെ ഒരു പതിവ് കാഴ്ചയായി. ക്രിസ്റ്റി ക്യാമ്പസ് സെലക്ഷനിൽ ബോംബെയിലെ പ്രശസ്തമായ കമ്പനിയിൽ ജോലി കിട്ടി. മധുരമധുരമായ കോളേജ് ലൈഫ് വിടുമ്പോൾ ആര്യ പാതി വഴിയിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രണയം 2 പേർക്കും അതിഗുരുതരമായി തലയ്ക്കു പിടിച്ചിരുന്നു. കാണുന്നതെല്ലാം വർണ്ണപ്രപഞ്ചവും ചെയ്യുന്നതെല്ലാം നാടകീയവുമായിരുന്ന വസന്തകാലം. കോളേജിലെ അവസാന നാളുകളിലൊന്നിൽ അവൾ ക്രിസ്റ്റിയുടെ ഹോസ്റ്റൽ റൂമിൽ പോയി. ആദ്യമായി സിഗരറ്റിന്റെയും മദ്യത്തിന്റെയും തിരുശേഷിപ്പുകൾ അലങ്കോലമാക്കിയ മുറിയിൽ അൽത്താഫ് രാജയുടെ കവാലി പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. സുബഹ് പെഹലി ഗാഡി മേ ഘർ കോ ലൗട്ട് ജാവോഗെ. കാസറ്റ് പ്ലെയർ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഋതുഭേദങ്ങൾ പാടുമ്പോൾ ക്രിസ്റ്റി ചൂടുചായ കപ്പിൽ ഒഴിച്ച് "കാൻ യു മാരി മീ" എന്ന് ചോദിക്കുകയുണ്ടായി. അവൾ മൃദുസ്വരത്തിൽ ചിരിയുടെയും കരച്ചിലിന്റെയും അകമ്പടിയോടെ പറഞ്ഞു 100 വട്ടം. അൽത്താഫ് രാജയുടെ കൂടെ ക്രിസ്റ്റിയും പാടി "ഇൻ നശീലി ആംഖോം സേ കബ് ഹമേ പിലാവോഗെ". പ്രണയം ഏതു നിമിഷവും തകർന്നു തരിപ്പണമാകുന്ന സ്ഫടിക ബിംബമാണ്.
അതിനു ചുറ്റും ജീവിതം ക്രൂരമായ യാഥാർത്ഥ്യമായി അതിനെ തുറിച്ചു നോക്കുന്നത്. അതിനെതിരെ വമ്പിച്ച പടയൊരുക്കങ്ങൾ നടക്കുന്നത് കമിതാക്കൾ അറിയാറില്ല. ആര്യയുടെ അച്ഛൻ കേട്ടറിഞ്ഞപ്പോൾ എല്ലാ നരകവും പൊട്ടിപ്പുറപ്പെട്ടു. ആര്യാദേവിക്ക് പിന്നെ ക്വാറന്റൈൻ കാലമായിരുന്നു. ഇമെയിൽ, ഇന്റർനെറ്റ്, സെൽഫോൺ, വികാരവിനിമയത്തിന്റെ സർവ്വജീവനാഡികളും വിച്ഛേദിക്കപ്പെട്ടു. അവൾ പഴയ നാലുകെട്ടിന്റെ മച്ചറയിൽ പാരമ്പര്യത്തിന്റെയും കുലമഹിമയുടെയും തടവുകാരിയായി. നിസ്സഹായനായ അച്ഛൻ മർദ്ദനമുറ സ്വീകരിച്ചപ്പോൾ അവൾ വിജയൻ മാഷ് പറയാറുള്ളതായി ക്രിസ്റ്റി പറഞ്ഞ ഒളിച്ചുകടത്തിയ ആയുധങ്ങളെക്കുറിച്ചോർത്തു. എന്ത് കുലം, എന്ത് പൈതൃകം! തുടർച്ചയായി ഫോൺ വിളികൾ വനരോധനം പോലെ പരിണമിച്ചതുകൊണ്ടാകണം ഒരു നാൾ ക്രിസ്റ്റി തലയെടുപ്പോടെ നിൽക്കുന്ന നാലുകെട്ടിന്റെ ഗേറ്റു തുറന്ന് ഉറച്ച ചുവടോടെ കയറി വന്നു. മാതൃഭൂമി പത്രവും വെള്ളിച്ചെല്ലവും വെറ്റില താമ്പൂലവുമായി പൂമുഖത്ത് വിരാജിക്കുന്ന ഫ്യൂഡൽ പ്രഭുവിനോട് ദരിദ്രനായ കാമുകൻ പറഞ്ഞു, ഞാൻ ക്രിസ്റ്റി ജോൺ, ആര്യാദേവിയെ കാണാൻ വന്നതാണ്. എന്താ കാര്യം? 4 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ അവിടെ ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി നോമങ്ങട് വേളി കഴിക്കുക. അതിനെന്നെ. എനിക്ക് താല്പര്യമില്ലെങ്കിലോ? പ്രഭു അന്വേഷിച്ചു. ഹേയ്, അതിന് നിങ്ങളെ അല്ലല്ലോ കെട്ടണേ. ശ്വശൂരന്റെ ക്ഷമ നെല്ലിപ്പടി കടന്ന് ബഹുദൂരം സഞ്ചരിച്ചിരുന്നു. അഷ്ടഗൃഹത്തിലെ ആഢ്യൻ മകളെ കെട്ടാൻ വരുന്നത് സ്വപ്നം കണ്ട് ഉറങ്ങുകയും ജീവിക്കുകയും ചെയ്യുന്ന തമ്പുരാൻ നസ്രാണിയെ കഴുത്തിനു പിടിക്കാൻ തുനിഞ്ഞു. നീട്ടിയ കൈ തട്ടിമാറ്റിക്കൊണ്ട് പഴയ റിബൽ പറഞ്ഞു, എന്നെക്കൊണ്ട് മ്ലേച്ഛത്തരം ചെയ്യിപ്പിക്കല്ലേ. ആര്യാദേവി യാത്രയ്ക്കൊരുങ്ങി ബാഗുമെടുത്ത് എത്രയോ നാളായി കാത്തിരിക്കുകയായിരുന്നു. അവൾ ക്രിസ്റ്റിയുടെ കൂടെ ഇറങ്ങുമ്പോൾ താതവാക്യം കേട്ടു, ഇനി നീ. വാക്കുകൾ വീഴുന്നതിനു മുമ്പേ ക്രിസ്റ്റി പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ഔദാര്യത്തിനായി ഞങ്ങൾ തിരിച്ചു വരില്ല. പശ്ചാത്തലത്തിൽ അമ്മയുടെ അടക്കിപ്പിടിച്ച കരച്ചിൽ. അച്ഛൻ അലറുകയാണ്. ഇവിടുത്തെ ഒരു സാധനവും കൊണ്ടുപോയേക്കരുത്, ക്രിസ്റ്റി പറഞ്ഞു. ഞാൻ അവൾക്കയച്ച കത്തുകൾ, വാലന്റൈൻസ് ഡേക്ക് അയച്ച സമ്മാനങ്ങൾ, ഇവയൊഴികെ ഒരു മണൽത്തരി പോലും അവൾ കൊണ്ടുപോകില്ല. എല്ലാ സ്വത്തും കെട്ടിപ്പിടിച്ച് നിങ്ങൾ ജീവിക്കുക, മരിക്കുക. ഗുഡ് ബൈ. നിശബ്ദനായി നിൽക്കുന്ന അച്ഛൻ ശപിക്കുകയായിരുന്നോ എന്നൊന്നും തീർച്ചയില്ലാതെ അവൾ ക്രിസ്റ്റിയുടെ കൂടെ ബോംബെക്ക് യാത്രയായി. ബോംബെയിൽ ടാറ്റ ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്രിസ്റ്റിയെ ഞാൻ പരിചയപ്പെടുന്നത്. ഓൺകോളജിയിൽ ഡോക്ടർ പോത്തച്ചനെ കാണാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ക്രിസ്റ്റിയെ പോത്തച്ചൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ ആത്മമിത്രമായി. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആര്യയുടെ പരിചരണത്തിന് കഴിയുകയാണവൻ. സ്ട്രെച്ചറുകളുടെയും ക്യൂ നിൽക്കുന്ന രോഗികളുടെയും നീണ്ടുപോകുന്ന ഇടനാഴികളുടെയും പ്രശസ്തരായ ഡോക്ടർമാരുടെ ബൂത്തുകളിൽ വിധി കാത്തുകിടക്കുന്ന ആൾക്കൂട്ടത്തിന്റെയും പശ്ചാത്തലത്തിൽ പിന്നെയും പിന്നെയും പല തവണ ഞങ്ങൾ കണ്ടു. ക്യാൻസർ കരാളഹസ്തം മുറുക്കിയപ്പോഴും ആര്യയുടെ വീട്ടിൽ നിന്നും ആരും എത്തിയില്ല. ക്രിസ്റ്റിയുടെ അപരിമിതവും നിരുപാധികവുമായ സ്നേഹമായിരുന്നിരിക്കണം അവളുടെ മാറത്തെ ദ്വേഷകണങ്ങളെ കരിച്ചു കളഞ്ഞത്. ഡ്രെയിൻസ് എടുത്തുമാറ്റി ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ അവൻ എന്നെ താജ് ഹോട്ടലിൽ ഡിന്നറിന് വിളിച്ചു, ആര്യയുടെ കൂടെ. ആ രാത്രിയിൽ ആര്യ എന്നോട് വളരെ കാര്യമായി സംസാരിച്ചു. അവരുടെ പ്രേമം എത്രമാത്രം തീവ്രമായിരുന്നു എന്ന് ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു ഞാൻ. പഴയ റിബൽ മുഖക്ഷൗരം ചെയ്ത സുന്ദരനാവുകയും എത്രയോ വിനീതനാവുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ തമ്പുരാട്ടിയുടെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇനി കംപ്ലീറ്റ് ആക്കണം. അതായിരുന്നു അവന്റെ മുഖ്യ പദ്ധതി എന്ന് തോന്നി. ഓർമ്മകൾ എപ്പോഴോ ഉറക്കത്തിന് വഴിമാറുകയും സ്വപ്നങ്ങളിലേക്ക് മെറ്റമോർഫോസിസ് നടത്തുകയും ചെയ്തു. ബോംബെയിൽ മാഹിം ക്രീക്കിലെ അഴുക്കുവെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന 2 താമരപ്പൂക്കൾ സ്വപ്നമായി വന്നു. ദുർഗന്ധം വമിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ പൂക്കൾ തത്തിക്കളിച്ച് ചാഞ്ചാടി എങ്ങോട്ടെന്നറിയാതെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഒരു പൂ പ്ലാസ്റ്റിക് ബാഗുകളുടെ കൂരയിൽ തട്ടി ഉടക്കി നിന്നു. മറ്റേതാകട്ടെ ഒഴുക്കിൽ മുന്നോട്ട് കടലിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ആകർഷകമായ ബിൽബോർഡ്സ് അഴുക്കുചാലിന് ഇരുവശവും വിവിധ വർണ്ണങ്ങളിൽ കണ്ണഞ്ചിപ്പിച്ചു നിൽക്കുന്നത് കാണാം. ഒറ്റപ്പെട്ട താമര
കടലിനെ തേടി ചാഞ്ചാടി മുന്നോട്ട് മുന്നോട്ട്. കനേഡിയൻസിന്റെ ദേശാഭിമാന ബിംബങ്ങളിൽ ഒന്നായ ടിം ഹോർട്ടൻസിൽ പിറ്റേന്ന് -40°C ചൂടുള്ള സൂപ്പും ബട്ടർ പുരട്ടിയ ബേഗൽസും കഴിച്ചുകൊണ്ട് ഞാനും ആര്യയും കുറേയേറെ നേരം മിണ്ടാതിരുന്നു. പുറത്തുള്ള മരവിപ്പ് അപ്പോൾ അകത്ത് തീരെ തോന്നുന്നില്ല. ക്രിസ്റ്റിക്ക് എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതല്ലെങ്കിൽ അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ലായിരുന്നു. ഇനി അവൻ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കത്തിന് അവളെ ഉപേക്ഷിച്ചതാവുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. ചിന്തകൾ വീണ്ടും കാടുകയറുന്നതിനു മുമ്പേ ആര്യ പറഞ്ഞു, എഴുത്തുകാരനല്ലേ, ഒരു കഥയ്ക്ക് ഇന്ധനം തരാമെന്ന് വെച്ചാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക എന്നത് എൻ്റെ ഭീരുത്വത്തിന്റെയും അന്തർമുഖത്വത്തിന്റെയും ഭാഗമായുള്ള പ്രതിഭാസമാണ്. ബഹുമാനിക്കപ്പെടേണ്ട ശാന്തതയോടെ ആര്യ പറഞ്ഞു തുടങ്ങി. അവനും ഞാനും കൂടി ടൊറന്റോയിൽ എത്തിയിട്ട് 2-3 വർഷമായി. ഡൗൺ ടൗണിൽ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. അങ്ങോരവിടെ കാൽഗറിയിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി പുള്ളിയെ സർപ്രൈസ് ചെയ്യണം എന്ന് ക്രിസ്റ്റി എപ്പോഴും പറയുമായിരുന്നു. എന്റെ സംശയങ്ങൾ കൂടുതൽ ശക്തിയോടെ വയറ്റിനടിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഒരു എഴുത്തുകാരന് പ്രധാനമായും വേണ്ടത് കേൾക്കാൻ തുറന്നിട്ട ആകിരണാത്മക മനസ്സല്ലേ എന്നോർത്ത് ചോദ്യങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. എന്റെ മനസ്സ് വായിച്ചിട്ടായിരിക്കണം, ആര്യ പറഞ്ഞു. അന്ന് രാവിലെ ജോലിക്കു പോകാൻ ഉറങ്ങുമ്പോൾ ക്രിസ്റ്റി വളരെ ക്ഷീണിതനായിരുന്നു. ഞാൻ കുറെ പറഞ്ഞു നോക്കി, വയ്യെങ്കിൽ പോണ്ട, റെസ്റ്റ് എടുത്തോളൂ എന്ന്. അന്ന് എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില മീറ്റിംഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് സെറിയൽ പോലും മുഴുവൻ കഴിക്കാതെ ധൃതിയിൽ കാർ സ്റ്റാർട്ട് ചെയ്തു പോയയാൾ തിരിച്ചു വന്നത് വെറുമൊരു ബോഡിയായിട്ടാണ്. വീണു തകരുന്ന വെള്ളച്ചാട്ടങ്ങൾ മനോബലത്തിന്റെ അണക്കെട്ടുകളാൽ തടഞ്ഞ് അവൾ പറഞ്ഞു, എന്റെ മുമ്പിൽ 2 വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, നാട്ടിലേക്കു തിരിച്ചു പോവുക. അച്ഛൻ ഇപ്പോഴും അവന്റെ മരണം അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഓരോ തവണയും ഫോൺ ചെയ്യുമ്പോൾ ക്രിസ്റ്റിയോട് സോറി പറയാൻ ആവശ്യപ്പെടും. 2ാമത്തെ വഴി അവന്റെ ആഗ്രഹമായിരുന്ന കാൽഗറിയിലേക്കുള്ളതായിരുന്നു. അവൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും നമ്മൾ നാട്ടിൽ എന്റെ വീട്ടിൽ പോയി അവരുടെ ഔദാര്യത്തിന് യാചിക്കരുതെന്ന്. എനിക്കാണെങ്കിൽ അവന്റെ ഓർമ്മകൾ കുത്തിനിറച്ച ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കഴിഞ്ഞ മാസമാണ് കാൽഗറിയിൽ എത്തിയത്. അവനുണ്ടായിരുന്നെങ്കിൽ ചേട്ടനെ. ഗദ്ഗദം വാചകത്തെ അവിടെ ഖണ്ഡിച്ചു. സുന്ദരിയായ, വിനയശീലയായ, നിസ്സഹായയായ ഈ കൊച്ചു പെൺകുട്ടിക്ക് ഹൃദയാഘാതം വന്ന് മരിച്ച ഭർത്താവിന്റെ കൂടെയുള്ള ഭൂതകാലവും അച്ഛനും അമ്മയും ചേർന്ന് ഒരായുസ് മുഴുവൻ നീണ്ട ഭാവിയും ഉണ്ട്. കാപ്പിക്കടയുടെ പുറത്ത് നേരം ഇരുണ്ടു. കാൽഗറിയിൽ മഞ്ഞു പെയ്യാൻ തുടങ്ങിയിരുന്നു. മഞ്ഞുപാളികൾ തൊട്ടുതലോടുന്ന പാർക്കിംഗ് ലോട്ടിൽ കാറിലേക്കു കയറും മുമ്പേ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുന്ന എന്നോട് ആര്യ പറഞ്ഞു, ഈ ജീവിതത്തിൽ എനിക്ക് ക്രിസ്റ്റിയല്ലാതെ ഒരു ഭർത്താവില്ല. ഫെബ്രുവരിയിൽ ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. സെയിന്റ് വാലന്റൈൻ്റെ കൂടെ മാനത്ത് മറ്റൊരു നക്ഷത്രമായി അവൻ എന്നെ നോക്കുന്നുണ്ട്. എന്നുമെന്നും ഞാൻ സുരക്ഷിതയും സന്തോഷവതിയും ആവാൻ അവന്റെ ഓർമ്മകൾ മാത്രം മതി. ഞാൻ ആകാശത്തേക്ക് നോക്കി. അവിടെ എന്റെ കലങ്ങിയ മനസ്സുപോലെ എല്ലാം അവ്യക്തമായിരുന്നു. സ്നേഹസാഗരം നിലാവായി പൊഴിയുന്ന അമ്പിളിയമ്മാമൻ മാത്രം ആത്മാർത്ഥമായി ചിരിച്ചുകൊണ്ടിരുന്നു. ഭൂമിയിൽ ഫെബ്രുവരിയിലെ നക്ഷത്രങ്ങളെ നോക്കി ഇമ വെട്ടാതെ, തളരാതെ, പതറാതെ, മിഴികൾ നനയാതെ ചിരിക്കുന്ന കമിതാക്കളെ പോലെ.